Hi and welcome to the new video. In this video, I'll be discussing about steady state input noise power and derive an expression for this steady state input noise power in terms of our quantization step size Q. So in the last lecture, I have discussed about the input quantization error and the quantization characteristics due to rounding and truncation and also the probability density function for both cases. Okay. So basically, in a digital signal processing of analog signals, the quantization error is commonly viewed as an additive noise signal. ഓക്കെ ഇപ്പോൾ ക്വാണ്ടൈസേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം എറർ ഉണ്ടാവുന്നുണ്ടെന്ന് ആ പ്രോസസ്സിൽ ഉണ്ടാവുന്ന എററിനെ ഒരു അഡീറ്റീവ് ഇൻപുട്ട് സിഗ്നൽ ആയിട്ടാണ് എടുക്കുന്നത് എന്നുള്ള രീതിയിൽ അതായത് എക്സ് ഓഫ് എൻ പ്രോസസ്സ് ചെയ്താൽ നമുക്ക് എക്സ് ക്യൂ ഓഫ് എൻ കിട്ടും ഈ എക്സ് ക്യൂ ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഓഫ് എൻ പ്ലസ് ഇ ഓഫ് എൻ എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത് ക്വാണ്ടൈസ്ഡ് sampled value is equal to unquantized sample value plus error which is treated as an input here. Okay, hence the ADC output is the sum of the input signal x of n and the error signal e of n. അത് ഒന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ് ഇവിടെ. ഇതിനെ ക്വാണ്ടൈസേഷൻ നോയ്സ് മോഡൽ എന്നാണ് പറയുക. അപ്പോൾ നോർമലി നമുക്കറിയാം എക്സ് ഓഫ് ടി സാമ്പിളറിൽ കൂടെ കടത്തി വിട്ടാൽ നമുക്ക് എക്സ് ഓഫ് എൻ അല്ലെങ്കിൽ എക്സ് ഓഫ് എൻ ടി എന്താ എൻ ടി ഡ്യൂറേഷനിൽ സാമ്പിൾ ചെയ്തിട്ടുള്ളത്. അതിനെ നമ്മൾ എന്ത് ചെയ്യും ഒരു ക്വാണ്ടൈസറിൽ കൂടെ കടത്തി വിടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് എക്സ് ക്യൂ ഓഫ് എൻ. ഈ സ്റ്റേജിലാണ് ക്വാണ്ടൈസേഷൻ എറർ ഉണ്ടാവുന്നത്. ഓക്കെ, ക്വാണ്ടൈസേഷൻ എറർ നടക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ് ക്വാണ്ടൈസേഷൻ എറർ വരുന്നത്. ആ ക്വാണ്ടൈസേഷൻ എററിനെ ഇവിടെ ഒരു ഇൻപുട്ട് പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് എക്സ് ക്യൂ ഓഫ് എൻ ഈസ് ഗിവൺ ബൈ എക്സ് ഓഫ് എൻ പ്ലസ് ഇ ഓഫ് എൻ. ഇ ഓഫ് എൻ ഈസ് ദ ക്വാണ്ടൈസേഷൻ എറർ. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു മോഡലായിട്ട് കാണിക്കാൻ വേണമെങ്കിൽ x of t is given to a sampler, output is x of n or x of nt. Now this is given to a summing block where this e of n, the error is treated as an input and the sum of these two is taken as xq of n which is the quantized value. Okay, ഈ ഒരു ബേസിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്തു പോകുന്നത്. ഈ മോഡലിന്റെ ബേസിൽ ക്വാണ്ടൈസേഷൻ നോയ്സ് മോഡൽ എന്നാണ് പറയുക. ഇത് ഇൻപുട്ട് ക്വാണ്ടൈസേഷൻ നോയ്സ് മോഡൽ എന്ന രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇത് വരുന്നത് ഇൻപുട്ട് നോയ്സ് പവറിനുള്ള ഒരു എന്താ പറയുക റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ കുറച്ച് പ്രോബബിലിറ്റിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ് അത് പറയുന്നത്. ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞായിരുന്നു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞായിരുന്നു എറർ സിഗ്നലിൻ്റെ അത് യൂണിഫോം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെയും കുറച്ച് അസംഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ അതിലേക്ക് പോകുന്നത്. ഓക്കെ, so in most cases we assume that the analog to digital conversion error E of n has the following properties. ഇപ്പോൾ E of n എന്ന് പറയുന്ന ഒരു എറർ സിഗ്നലിനെ നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് അസ്യൂം ചെയ്യാണ്. ബേസിക്കലി the error sequence E of n is a sample sequence of a stationary random process. ഒരു സ്റ്റേഷനറി റാൻഡം പ്രോസസ്സിൻ്റെ സാമ്പിൾ സീക്വൻസ് ആണ് ഇ ഓഫ് എൻ എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. സോ സ്റ്റേഷനറി റാൻഡം പ്രോസസ്സ് എന്നുള്ള ടേമോട് വന്നു. അതായത് നമ്മൾ പ്രോബബിലിറ്റിയിൽ നിന്നാണ് വരുന്നത് പലതും. സോ സ്റ്റേഷനറി റാൻഡം പ്രോസസ് ആണ് സ്റ്റേഷനറി റാൻഡം പ്രോസസ് ആണ്. അതിൻ്റെ ഒരു സാമ്പിൾ ആണ് ഇ ഓഫ് എൻ എന്ന് പറയുന്നത്. ആൻഡ് ദ എറർ സീക്വൻസ് ഈസ് അൺകറക്റ്റഡ് വിത്ത് എക്സ് ഓഫ് എൻ ആൻഡ് അതർ സിഗ്നൽസ് ഇൻ സിസ്റ്റം. അൺകറക്റ്റഡ് സിഗ്നൽ ആണ് എറർ എന്നുള്ളതും കൂടി പറയുന്നു. ദെൻ പിന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പറയുന്നത് എറർ ഈസ് എ വൈറ്റ് നോയ്സ് പ്രോസസ് വിത്ത് യൂണിഫോം ആംപ്ലിറ്റ്യൂഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓവർ ദ റേഞ്ച് ഓഫ് ഇ ഓഫ് എൻ. അപ്പോൾ ഇ ഓഫ് എന്നിനെ ഒരു വൈറ്റ് നോയ്സ് എറർ ആയിട്ടാണ് വൈറ്റ് നോയ്സ് പ്രോസസ് ആയിട്ടാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. യൂണിഫോം ആംപ്ലിറ്റ്യൂഡ് പ്രോബബിലിറ്റി നമുക്കറിയാം. വൈറ്റ് നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ ബേസിലാണ് അത് പറയുന്നത്. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതാണ്. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഈസ് ഫ്ലാറ്റ് ഓവർ ദ എൻറ്റയർ സ്പെക്ട്രം ആണെങ്കിൽ അങ്ങനത്തെ ഇതിനെ പറയുന്നതാണ് എന്താ പറയുക വൈറ്റ് നോയ്സ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് എൻ അനലോഗി ടു ദ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് എ വൈറ്റ് ലൈറ്റ് കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ കളേഴ്സ് ഇൻ ഈക്വൽ പ്രൊപ്പോർഷൻ. ഇപ്പോൾ വൈറ്റ് ലൈറ്റിൽ എല്ലാ കളറും ഈക്വൽ പ്രൊപ്പോർഷനിൽ വരുന്ന പോലെ ഇവിടെ അതിൻ്റെ സ്പെക്ട്രത്തിൽ പവർ ഡെൻസിറ്റി സ്പെക്ട്രം അത് ഇവിടെ തൽക്കാലം പറയുന്നില്ല, നമ്മൾ ഫൊറിയറിൽ പഠിച്ചിട്ടുള്ളതാണ് പവർ ഡെൻസിറ്റി സ്പെക്ട്രം എന്നുള്ളത്. പവർ ഡെൻസിറ്റി സ്പെക്ട്രത്തിൽ എല്ലാതും ഈക്വലായി നിൽക്കുന്നത് പോലെ ഇവിടുത്തെ ഇതിൻ്റെ സ്പെക്ട്രത്തിലും നമുക്ക് ആ ഈക്വൽ പ്രോബബിലിറ്റി ആണ് എന്നുള്ള അർത്ഥത്തിലാണ് ഇതിനെ വൈറ്റ് നോയ്സ് ആയിട്ട് നമ്മൾ മോഡൽ ചെയ്യുന്നത്. ഓക്കെ, ഈ എററിനെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. റാൻഡം പ്രോസസ് ആണ് എറർ സീക്വൻസ്, സാമ്പിൾ സീക്വൻസ് ഓഫ് റാൻഡം പ്രോസസ് ആണ്, വൈറ്റ് നോയ്സ് ആണ്, അൺകറക്റ്റഡ് ആണ്. ഇത്തരം കാര്യങ്ങൾ നമ്മളവിടെ പറയുന്നു. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് മെയിൻ റിലേഷൻസ് ആണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾ എക്സ്
random variable x, the general example കൊണ്ട് പറയുന്നതാണ്, general variable x in the interval a comma b, a to b. The expected value or mean value is given by e of x is equal to 1 by b minus a integral over a to b x dx. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള പ്രോബബിലിറ്റിയിൽ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എ variable അത് given by e of x is equal to 1 by upper bound minus lower bound integral lower to upper x dx. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മീൻ വാല്യൂ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് വാല്യൂ, ഇപ്പോൾ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ ആണ് പറയുന്നതിനുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കിട്ടും. ആ ഒരു ഇപ്പോൾ ഏതെങ്കിലും ഒരു റാൻഡം വേരിയബിളിന്റെ എക്സ്പെക്റ്റഡ് വാല്യൂ, അതായത് ഒക്കറൻസ് ആണ് ഇത് വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത് വാരിയൻസ് ആണ്. വാരിയൻസിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ വാരിയൻസ് ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ എന്നാണ് വാരിയൻസ് റെപ്രസെന്റ് ചെയ്യുക. സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ സ്ക്വയർ ഓഫ് എക്സ്. ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ സ്ക്വയർ ഓഫ് എക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ സിഗ്മ സ്ക്വയർ ആണ് വാരിയൻസ്. ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും മീൻ ചെയ്യുന്നുണ്ടാവുക? ആവറേജ് ഓർ മീൻ ഓർ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ്, അതിന്റെ സ്ക്വയർ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റിലേഷൻ വെച്ചിട്ടാണ് നമുക്ക് സാധാരണ വാരിയൻസ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഓൾറെഡി അറിയുന്നത്. ഇവിടെ എന്തിനാണ് വാരിയൻസ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വാരിയൻസ് പറയുന്നതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ആവശ്യം ഉണ്ട്. കാരണം ഈ വാരിയൻസിന്റെ സിഗ്നിഫിക്കൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിനൊക്കെ ഒരു മോഡൽ ചെയ്യാണ്. എററിന്റെ പ്രോബബിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് രണ്ട് മെത്തേഡുകളുണ്ടല്ലോ. നമുക്ക് എന്താ പറയുക, ക്വാണ്ടൈസേഷൻ ചെയ്യാൻ ട്രങ്കേഷനും വരുന്നുണ്ട്, അതേപോലെ തന്നെ റൗണ്ടിങ്ങും വരുന്നുണ്ട്. അപ്പോൾ രണ്ട് മെത്തേഡുകളാണ് നമ്മൾ മെയിൻലി ഇവിടെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്, റൗണ്ടിങ് ആൻഡ് ട്രങ്കേഷൻ. ഓക്കെ, റൗണ്ടിങ് ആൻഡ് ട്രങ്കേഷൻ ആണ് നമ്മൾ മെയിൻലി എടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കേസുകൾ തന്നെ നമുക്ക് എന്താ പറയുക, റേഞ്ച് ഓഫ് എറർ കണ്ടുപിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ക്യൂ ബൈ ടൂനും മൈനസ് ക്യൂ ബൈ ടൂനും ഇടയിലാണ് റൗണ്ടിങ്ങിന്റെ കേസിൽ. മറ്റേ കേസിൽ വരുമ്പോൾ നമുക്ക് മൈനസ് ക്യൂനും എന്തിനും ഇടയിലൊക്കെ ആയിട്ട് കിട്ടും, സീറോയ്ക്കും ഇടയിലൊക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്ന് പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ഇതിന്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ആവറേജ് ഈ കേസിൽ 0 ആണെന്നും മറ്റേ കേസിൽ ആവറേജ് വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ എന്ന് പറയുന്നത് ആവറേജ് എന്ന് പറയണ്ട, മീൻ എന്ന് പറയാം. ഈ കേസിൽ നമുക്ക് മീൻ 0 എന്ന് കിട്ടും. ഈ കേസിലാണെങ്കിൽ നമുക്ക് മീൻ എന്ന് പറയുന്നത് 0 അല്ല, മൈനസ് ക്യൂ ബൈ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും ഒന്നാമത്തെ ഒരു കാര്യമാണ്. ഇതിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ. രണ്ടാമത്തെ ഒരു കാര്യം നോക്കുന്നതാണ് വാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആവറേജ് അല്ലെങ്കിൽ ഇത് നോക്കിയിട്ടല്ല, നമുക്കത് കൺസിസ്റ്റൻസിയും കൂടിയും ചെക്ക് ചെയ്യും. ഇപ്പോൾ എന്ത് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും ആ മോഡലിന്റെ കൺസിസ്റ്റൻസിയും കൂടിയും ചെക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റ് നോക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഒരു ബാറ്റ്സ്മാൻ്റെ ആവറേജ് പറയും. ആവറേജ് ഇപ്പോൾ സേ ഒരു 40 പെർ ഇന്നിങ്സ് ആണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഓൺ ആൻ ആവറേജ് ഹി സ്കോർസ് 40 റൺസ് പെർ എൻ ഇന്നിങ്സ്. പക്ഷേ അത് തന്നെ രണ്ട് തരത്തിലായിരിക്കും. ഇപ്പോൾ രണ്ടാൾക്കാരുടെ ആവറേജ് സെയിം 40 തന്നെ എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരാൾ വേണമെങ്കിൽ കൂടുതൽ എന്താ പറയുക 100s അല്ലെങ്കിൽ അതിന് മേലുള്ള സ്കോർസും, അതേപോലെ തന്നെ അയാൾ വളരെ ലോ സ്കോർസും എടുക്കുന്ന ഒരാളായിരിക്കാം. വേറെ ആൾ ചിലപ്പോൾ 40, 45, 42, 35 ഈ ഇങ്ങനെ എടുത്തു പോകുന്നത് ഹൈ സ്കോറുകൾ എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് രണ്ട് കേസുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രിഫർ ചെയ്തായിരിക്കും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കേസ് ആയിരിക്കും. ഓക്കെ, മറ്റേതായിരിക്കില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനാണ് നോർമലി നമ്മൾ വാരിയൻസ് എന്നുള്ള ഒരു ഇത് ഉപയോഗിക്കുന്നത്. അതായത് ഈ ആവറേജ് അല്ലെങ്കിൽ മീൻ വാല്യൂവിൽ നിന്ന് എത്രയും വാരി ചെയ്യുന്നുണ്ട്, ആ ഒരു റേഞ്ചിൽ നിന്ന് ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്കിവിടെ വാരിയൻസ് നോക്കുന്നത്. അപ്പോൾ ആ വാരിയൻസിനുള്ള ഇക്വേഷൻ ആണിത്, ഇ ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ സ്ക്വയർ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ റാൻഡം വേരിയബിൾ ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ -c to c, then e of x or mean value is 0. മീൻ വാല്യൂ 0 ആയിരിക്കും. അതാണ് ശരിക്കും ഈ കേസിൽ നമുക്ക് നോക്കാം. ഇതിന്റെ കേസിൽ മീൻ എറർ ഈ എക്സ്പെക്ടേഷൻ 0 ആയിരിക്കും ഇതിന്റെ റൗണ്ടിങ്ങിന്റെ കേസിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടാണ് തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് രണ്ട് കേസിലും, റൗണ്ടിങ്ങിന്റെ കേസിലും ക്വാണ്ടൈസേഷന്റെ കേസിലും ഈ വാരിയൻസ് എന്താന്ന് പറയും. പിന്നെ ഒരു ഇതും കൂടി ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാരിയൻസ് തന്നെയാണ് ഇതിന്റെ പവർ ആയിട്ട് വരുന്നത്. എന്താ പറയുക, നോയ്സ് പവർ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ നമ്മൾ ഈ എറർ സിഗ്നലാണ് അവിടെ എടുക്കുന്നതെങ്കിൽ അതിന്റെ വാരിയൻസ് ആണ് അതിന്റെ നോയ്സ് പവർ എന്നുള്ള രീതിയിൽ വരിക. അപ്പോൾ നമ്മളൊരു
മുന്നേ പറഞ്ഞു സ്പെക്ട്രൽ ഡെൻസിറ്റി, പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അപ്പോൾ കൂടുതൽ അതിലേക്ക് പോകില്ല. എന്നാലും വാരിയൻസ് ആണ് അതിൻ്റെ പവർ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും, നോയ്സ് പവർ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ഇക്വേഷൻസ് ഇതാണ്. എക്സ്പെക്റ്റഡ് വാല്യൂവിൻ്റെ ഇക്വേഷൻ, അപ്പർ ബൗണ്ട് 1 അപ്പർ ബൗണ്ട് മൈനസ് ലോവർ ബൗണ്ട് ഇൻ്റഗ്രൽ a to b x dx, അതേപോലെ വാരിയൻസിൻ്റെ ഇക്വേഷൻ ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് വാരിയൻസിൻ്റെ സിഗ്നിഫിക്കൻറ്റ്. ഇപ്പോൾ ഇത് രണ്ടും നോക്കിയിട്ടാണ്, വാരിയൻസും മീനും കൂടിയൊക്കെ നോക്കിയിട്ടാണ് ഏതാണ് ബെറ്റർ മെത്തേഡ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ജനറലി ചൂസ് ചെയ്യാവുന്നത് എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, so we'll start with assuming E of E, capital E of E with the expected value or mean value of error signal. So error signal E, ഞാൻ E of N വേണമെങ്കിൽ എഴുതാം, തൽക്കാലം E of N എഴുതുന്നില്ല. ആ E of N തന്നെയാണ് ഞാൻ ഇവിടെ E എന്ന് എടുത്തിരിക്കുന്നതെന്ന് നോക്കിക്കൊള്ളുക. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E of N ആണ്, ഫംഗ്ഷൻ ഓഫ് N ആണ്. സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടി ഞാൻ വെറും E എന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. So let E of E be the expected value or mean value of the error signal. So expected value of errorനെയാണ് നമ്മൾ E of E എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ ഇക്വേഷനൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇ ഓഫ് ഇ ഈസ് ഈക്വൽ ടു എക്സിന് പകരം ഞാനിവിടെ ഇ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് റൗണ്ടിങ്ങിൻ്റെ കേസാണ്. ഓക്കെ, റൗണ്ടിങ്ങിൻ്റെ കേസാണെന്ന് വിചാരിക്കും. റൗണ്ടിങ്ങിൻ്റെ കേസിൽ നമുക്കറിയാം മൈനസ്, അതിൻ്റെ റേഞ്ച് വരുന്നത് എന്താ, മൈനസ് q/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു q/2. ഇപ്പോൾ ഇതാണ് റേഞ്ച് വരുന്നത്. ഇപ്പോൾ ഇത് ലോവർ ബൗണ്ട്, ഇത് അപ്പർ ബൗണ്ട്, അതായത് ഇത് എ ബി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കാം, ഇ ഓഫ് ഇ നേരത്തെ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ പ്രകാരം കണ്ടുപിടിക്കാം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും, 1 അപ്പർ, അതായത് q/2 മൈനസ് എന്ത് വരും, മൈനസ് q/2. ഓക്കെ, ഇൻ്റഗ്രൽ ഓവർ മൈനസ് q/2 ടു ലോവർ ലിമിറ്റ് തൊട്ടിട്ട് അപ്പർ ലിമിറ്റ് വരെ ടു q/2 ഇ ഇ ഡി എക്സ് ഡി എക്സ് എന്ന് പറയുന്ന പകരം ഇ ഡി എന്ന് വരും. ഇത് ഈക്വൽ ടു എന്ത് വരും, 1/q വരും അല്ലേ, q/2 ടു പ്ലസ് q/2 q വരും. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇ സ്ക്വയർ ബൈ 2 അല്ലേ, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇ സ്ക്വയർ ബൈ 2 വരും. ലോവർ ലിമിറ്റ് മൈനസ് q/2, അപ്പർ ലിമിറ്റ് q/2. അത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്, സെയിം സാധനമാണ് കൊടുക്കുന്നു, സ്ക്വയർ ഉണ്ട്, അപ്പോൾ എന്തായി പോകും, 0 ആയി പോകും. ഇത് ഈ കേസ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ട ആവശ്യമാണെന്നില്ല, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, എന്താ, മൈനസ് സിയും അതിൻ്റെ ഇടയിലാണെങ്കിൽ അതിൻ്റെ മീൻ വാല്യൂ ഈക്വൽ ടു 0 ആയിരിക്കും. ജസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചു എന്ന് മാത്രം, കാരണം ഇവിടെ മൈനസ് q/2 സി മൈനസ് സിക്ക് പോലെ തന്നെയായിരുന്നു. ഇത് നമുക്ക് വാരിയൻസ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലൊന്ന് ഈ വാല്യൂ കിട്ടുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത് വേണ്ടത് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ഇ സ്ക്വയർ ആണ് അല്ലേ, ഇ ഓഫ് ഇ സ്ക്വയർ ആണ് നമ്മൾ അടുത്തത് കണ്ടത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ത് വരും, സിമിലർ തന്നെ വരും, 1/q/2 മൈനസ് മൈനസ് q/2 ഇൻ്റഗ്രൽ ഓവർ മൈനസ് q/2 ടു q/2. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, എന്താ, ഇ എന്നുള്ളതിന് പകരം ഇത് ഇ സ്ക്വയർ നിൽക്കണം, ഡി നിൽക്കണം. സോ വിൽ ബി ഈക്വൽ ടു 1/q എന്തായി മാറും, ഇ ക്യൂബായിട്ട് മാറും, e³ ലോവർ ലിമിറ്റ് ടു അപ്പർ ലിമിറ്റ് മൈനസ് q/2 ടു q/2 കൊടുക്കണം. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക, 1/q ഇൻറ്റു എന്ത് വരും, വേണമെങ്കിൽ ആ 3നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. ആ 3നെ ഇവിടേക്ക് പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ ബാക്കി ഇതിൻ്റെ ഉള്ളിൽ വരാൻ പോകുന്നത് q/2 ഹോൾ ക്യൂബ് വരും, അതായത് q³ 8 മൈനസ് q/2 ഹോൾ ക്യൂബ് വരുന്നത് മൈനസ് q³ 8 വരും അല്ലേ, 8 വരും. സോ ഇത് എന്താവും, മൈനസ് മൈനസും പ്ലസ് ആവും. സോ 2q³ അല്ലെങ്കിൽ q³ 4 വരും. അപ്പോൾ താഴെ 4 × 3 വരും, 12 വരും. സോ this is equal to q സ്ക്വയർ ആവും, ഒരു q ക്യാൻസൽ ആയി പോകും. സോ q²/12 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ ഇ ഓഫ് ഇ സ്ക്വയറിനുള്ള വാല്യൂ കിട്ടുക. അപ്പോൾ നമുക്ക് വാരിയൻസ് ആണ് നമ്മളുടെ ആവശ്യം വരുന്നത്. സോ വാരിയൻസ് ആണ് എന്തിൻ്റെയാണ്, എറർ സിഗ്നലിൻ്റെയാണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം,
സിഗ്മ സ്ക്വയർ ഓഫ് ഇ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? ഇ ഓഫ് ഇ സ്ക്വയർ മൈനസ് ഇ സ്ക്വയർ ഓഫ് ഇ ആയിരുന്നു. അതിൽ രണ്ടാമത്തെ ടേം എന്താണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? 0 ആണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്? ക്യൂ സ്ക്വയർ ബൈ 12 അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 12. ഇനിയിപ്പോൾ അതിൽ തന്നെ നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ അറിയാലോ. ഇവിടെ വി നോ ദാറ്റ് ക്യൂ ഈസ് ഈക്വൽ ടു 2 റേസ് ടു മൈനസ് ബി. അപ്പോൾ അത് വേണമെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 2 റേസ് ടു ഒരു 2 കൂടി വരുന്നുണ്ട്, 2 റേസ് ടു മൈനസ് 2b ബൈ 12. ഇതാണ് നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടുന്നത്? വാരിയൻസിൻ്റെ വാല്യൂ കിട്ടിയത് ഇൻ ടേംസ് ഓഫ് സ്റ്റെപ്പ് സൈസും കൂടി കൊടുത്തല്ലെങ്കിൽ ബിറ്റ് നമുക്ക് b+1 ബിറ്റ്സ് ആണ് എങ്കിൽ നമുക്കിതാണ് അതിൻ്റെ വാല്യൂ കിട്ടുന്നത്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ഏത് കേസായിരുന്നു? റൗണ്ടിങ്ങിൻ്റെ കേസാണ്. ഇപ്പോൾ നമുക്ക് 2's കോംപ്ലിമെൻറ്റ് ട്രങ്കേഷൻ ആണെന്ന് വിചാരിക്കുക. 2's കോംപ്ലിമെൻറ്റ് ട്രങ്കേഷൻ്റെ കേസിൽ എന്തായിരിക്കും നോക്കാം. 2's കോംപ്ലിമെൻറ്റ് ട്രങ്കേഷൻ. ഓക്കെ, സോ 2's കോംപ്ലിമെൻറ്റ് ട്രങ്കേഷൻ്റെ കേസിലാണെങ്കിൽ എന്താണ് വ്യത്യാസം? നമ്മുടെ റേഞ്ചിലാണ് വ്യത്യാസം. അതായത് അവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത് എന്താ? -q ലെസ് ദാൻ എറർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള റേഞ്ചിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മളുടെ വാല്യൂസിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് നമ്മൾ എന്താ രണ്ട് സാധനങ്ങൾ കണ്ടുപിടിക്കണല്ലോ. ഇ ഓഫ് ഇ കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? 1/0 മൈനസ് q ഇൻ്റഗ്രൽ -q to 0 ഇ ഡി ഇ വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക? വാല്യൂ എന്തായിരിക്കും കിട്ടുക? ഈക്വൽ ടു 1/q. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇ സ്ക്വയർ ബൈ 2 ആണ് നമുക്കറിയാം. ഇ സ്ക്വയർ ബൈ 2 ലിമിറ്റ് -q to 0. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1/q. അപ്പർ ലിമിറ്റ് കൊടുത്താൽ 0 ആണ്. ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ -q സ്ക്വയർ ബൈ 2 എന്ന് വരും. ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു -q ബൈ 2. ഇത് ഓൾറെഡി നമുക്ക് അറിയാം. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് മീൻ വാല്യൂ എന്താ വരിക ഈ കേസിൽ? -qനും 0നും ഇടയില്ലെങ്കിൽ -q ബൈ 2 ആണ്. അതൊന്നുകൂടി പറഞ്ഞു ചെയ്തെന്ന് മാത്രം. സോ അപ്പോൾ അടുത്ത് നമുക്ക് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ഇ സ്ക്വയർ കണ്ടുനോക്കാം. ഈക്വൽ ടു എന്ത് വരും? 1/0 മൈനസ് q ഇൻ്റഗ്രേറ്റ് ഓവർ -q to 0 ഇ സ്ക്വയർ ഡി എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു 1/q into eq by 3 over -q to 0, and this will come to be equal to എന്താ വരിക? 1/q into എന്ത് വരും? q by 3 വരും. That is equal to q square by 3. ഇതാണ് നമുക്ക് കിട്ടുക. അപ്പോൾ therefore ഈ കേസിലെ വാരിയൻസ് നമുക്ക് എഴുതാലോ. എന്താ വരിക? ഇത് മൈനസ് ഇത് വരുമ്പോൾ q സ്ക്വയർ ബൈ 3 മൈനസ് മറ്റേ രണ്ടാമത്തെ സ്ക്വയർ ആണ് കേട്ടോ. മൈനസ് q ബൈ 2 സ്ക്വയർ, ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു അഗെയിൻ q സ്ക്വയർ ബൈ 12. വീണ്ടും നമുക്ക് q സ്ക്വയർ ബൈ 12 തന്നെയാണ് കിട്ടുക. അപ്പോൾ അതിലും നമുക്ക് എന്ത് കൊടുക്കാം? ക്യൂവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിഗ്മ ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു ദാറ്റ് ഇസ് വാരിയൻസ് ഈക്വൽ ടു 2 റേസ് ടു മൈനസ് 2b ബൈ 12 എന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കേസിലും അതായത് ട്രങ്കേഷൻ ആയാലും 2's കോംപ്ലിമെന്റ് റൗണ്ടിങ് ആയാലും 2's കോംപ്ലിമെന്റ് ട്രങ്കേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് വാരിയൻസ് സെയിം വാല്യൂ ആണ് കിട്ടിയത്. പക്ഷേ ആവറേജ് മീൻ വാല്യൂ 0 ആയിട്ടുള്ളത് ഏത് കേസിലാണ്? റൗണ്ടിങ്ങിന്റെ കേസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൗണ്ടിങ് ആണ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഓവർ ട്രങ്കേഷൻ. ഓക്കെ, ഈ ഒരു കേസിൽ രണ്ടിൻ്റെയും വാരിയൻസ് സെയിം ആയി വന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. ഈ വാരിയൻസിനെ ഇവിടെ വിളിക്കുന്ന പേരാണ്, അതാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം. എന്താ? സ്റ്റഡി സ്റ്റേറ്റ്
steady state noise power, steady state noise power due to input quantization, due to input quantization എന്നാണ് നമ്മൾ ഈ വാരിയൻസിനെ വിളിക്കുക. കാരണം വാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് നോയ്സ് പവറിനുള്ള റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ വാരിയൻസ് ഈസ് ഈക്വൽ ടു സ്റ്റഡി സ്റ്റേറ്റ് നോയ്സ് പവർ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുക ഡ്യൂ ടു ഇൻപുട്ട് ക്വാണ്ടൈസേഷൻ. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് വേറെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റഡി സ്റ്റേറ്റ് നോയ്സ് പവർ ടെൻ ടു സീറോ ദാറ്റ് ഈസ് വാരിയൻസിനെയാണല്ലോ സ്റ്റഡി സ്റ്റേറ്റ് നോയ്സ് പവർ എന്ന് പറയുന്നത്. സോ ഈ 10 to 0 when b ടെൻ ടു ഇൻഫിനിറ്റി, അതായത് ബിയുടെ വാല്യൂ നമ്മളുടെ ബിറ്റ്സിൻ്റെ എണ്ണം ഇൻഫിനിറ്റിയിലേക്ക് അടുക്കും തോറും ഈ സ്റ്റഡി സ്റ്റേറ്റ് നോയ്സ് പവർ സീറോ എന്നാണ് അർത്ഥം. സ്റ്റഡി സ്റ്റേറ്റ് നോയ്സ് പവർ, സ്റ്റഡി സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന നോയ്സ് പവർ സീറോ. ഓക്കെ, പക്ഷേ ഇത് നമുക്ക് പറഞ്ഞാൽ ഇൻഫിനിറ്റ് പ്രിസിഷൻ ഉള്ളൊരു എ ഡി സി ഉണ്ടെങ്കിൽ മാത്രമാണ് നടക്കുള്ളൂ, വിച്ച് ഈസ് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. അപ്പോൾ അത് അതിൽ നടക്കുന്ന കാര്യമല്ല, ജസ്റ്റ് ഒരു ഒബ്സർവ് ചെയ്യാം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്കത് പറയാം എന്ന് മാത്രമേ ഉള്ളൂ, പ്രാക്ടിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ അതിൽ നിന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനലോഗ് സിഗ്നൽസ് നമുക്ക് എന്താ പറയുക, ഓൾറെഡി അനലോഗ് സിഗ്നൽ തന്നെ കറപ്റ്റഡ് ആയിരിക്കും വിത്ത് സം ഫോം ഓഫ് നോയ്സ്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ എടുക്കുന്ന അനലോഗ് സിഗ്നൽ തന്നെ കറപ്റ്റഡ് വിത്ത് സം നോയ്സ് ആയിരിക്കും. സോ വെൻ എ ലാർജ് നമ്പർ ഓഫ് ബിറ്റ്സ് ആർ യൂസ് ടു ഡിജിറ്റൈസ് സച്ച് എ സിഗ്നൽ then the analog noise are well represented to the digital signal. അതായത് ഇപ്പോൾ നമ്മൾ ഇൻപുട്ടിൽ തന്നെ അനലോഗ് ഡാറ്റ തന്നെ കറപ്റ്റഡ് ആണ് വിത്ത് നോയ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതൽ ബിറ്റ് വെച്ചിട്ട് പ്രിസിഷനൊക്കെ കൂട്ടാൻ നിൽക്കുമ്പോൾ നമ്മൾ ആ ഇൻപുട്ടിലുള്ള എററിനെ കൊണ്ടുപോയിട്ട് അവിടെ നല്ല ഭംഗിയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ബൈ ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ഓഫ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ബിയോണ്ട് എ സർട്ടൻ ലിമിറ്റ് merely increases the accuracy by which an analog noise is represented. അപ്പോൾ വെറുതെ ബിറ്റാണ്ട് കൂട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മൾ ആ അനലോഗ് നോയ്സിനെ നല്ല ഭംഗിയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലെ ആയി പോകും. അപ്പോൾ ആ നോയ്സിൻ്റെ എഫക്റ്റ് അവിടെ നമ്മൾ തന്നെ പിടിച്ച് കൂട്ടുക എന്നുള്ള പോലെ. Therefore the word length of the analog to digital converter also depends on the type of signal to be converted. അപ്പോൾ ഇത് ടൈപ്പ് സിഗ്നലാണ്, എത്രത്തോളം എറർ അതിൻ്റെ ഇൻപുട്ട് തന്നെ ഉണ്ട് എന്നുള്ളതിനൊക്കെ അനുസരിച്ച് വേണം നമ്മൾ എന്തെടുക്കാൻ ചൂസ് ചെയ്യാൻ നമ്മളുടെ ബിറ്റ് സൈസ്. അല്ലാണ്ട് ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നോയ്സ് പവർ കുറയും എന്ന് വെച്ചിട്ട് നമ്മൾ നേരെ കയറിയിട്ട് ഭയങ്കര ഹൈ ബിറ്റ് പ്രിസിഷനൊന്നും എടുക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് അതിൽ നിന്ന് പറഞ്ഞു വരുന്ന കാര്യം. ഓക്കെ, ഇവിടെ ഇനി ഒരു കാര്യം കൂടി ജസ്റ്റ് പറയാം. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇഫ് ദ ഇൻപുട്ട് സിഗ്നൽ x of n and its variance is sigma x square, variance input signal sigma x square ആണെങ്കിൽ then the ratio of the signal power to noise power, which is also known as a signal to noise ratio, is given by, so a ratio of signal power to noise power, നമുക്ക് noise power കണ്ടുപിടിച്ചു sigma e square എന്ന്. അപ്പോൾ എക്സിൻ്റെ വാരിയൻസ് ആണ് സിഗ്മ എക്സ് സ്ക്വയർ എങ്കിൽ അതിൻ്റെ റേഷ്യോ സിഗ്നൽ പവർ ടു നോയ്സ് പവർ അതിനെ പറയുന്നതാണ് SNR, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, വിൽ ഗെറ്റ് ഇറ്റ് ആസ് SNR റേഷ്യോ ഈസ് ഈക്വൽ ടു 12 into 2 raised to b into sigma x square. ജസ്റ്റ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പം ഇതിനെ നമ്മളൊരു ലോഗരിതമിക് സ്കെയിലിലേക്ക് മാറ്റുകയാണെങ്കിൽ നോർമലി ലോഗരിതമിക് സ്കെയിലാണ് പറയുക. സോ ഓൺ എ logarithmic scale, the signal SNR നമുക്ക് ഡെസിബിളിൽ പറയാം. SNR in dB on a logarithmic scale, SNR in dB, ഡെസിബിൾ. ഇത് നമ്മൾ SNR തന്നെയായിരുന്നു, SNR is equal to ആയിരുന്നു സിഗ്നൽ പവർ ബൈ നോയ്സ് പവർ. SNR in dB is given by SNR is equal to 10 log sigma x square by sigma e square. So logarithm to base 10 ആണ് എടുക്കുന്നത്, and this will be equal to 6.02b plus 10.79 plus 10 log to the base 10 sigma x square. ഇങ്ങനൊരു എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടുക.
ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ എന്താ SNR increases approximately 6 dB for each bit added to the register length അല്ലേ 6.02 B എന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ഈ SNR എന്താ 6 ഡെസിബൽ വെച്ച് കയറും. ഓരോ ബിറ്റ് ആഡ് ചെയ്യുന്നതിനനുസരിച്ചും അത്രയും ഡെസിബൽ വെച്ചിട്ട് നമുക്കിവിടെ കയറും. ഓക്കെ, ഇത്രയൊക്കെയാണ് തൽക്കാലം ഇവിടെ മെയിനായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നത്. നമ്മൾ ഇൻപുട്ട് നോയ്സ് പവർ ഡിറൈവ് ചെയ്ത് വരികയാണ് ചെയ്തത് എററിനെ മോഡൽ ചെയ്തിട്ടൊക്കെ. ഓക്കെ.